Check my walk and the talk, coming close to you. Got the sage and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stages coming more and more. Check it out. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. അങ്ങനെ ആ സമയത്ത് എത്ര പൈസ കിട്ടാൻ തുടങ്ങി. അപ്പൊ ടീക്കേഴ്സ് പൈസ കൈ കിട്ടി. പൈസ കൈ കിട്ടിയപ്പോ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം എങ്ങനെ ചെലവാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് പാരന്റ്സിന് കൊടുക്കണേ നല്ലത്. എന്താ പറയാനല്ല പറ, ഞാൻ ഒന്നും കെട്ടൂല, പൈസ ഒക്കെ ഉണ്ടാക്കിയില്ലേ. ആദ്യം നിങ്ങളാരും ഒന്നും വിശ്വസിച്ചില്ലല്ലോ. അപ്പൊ പറയുന്നില്ല. അപ്പൊ ഇത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞേ. ഇനി എന്തായാലും അപ്പച്ചനും കൊടുക്കാം കേട്ടോ, കാരണം പപ്പ വരാൻ വൈകുന്നേരം ആവും. അപ്പൊ അപ്പച്ചനും പൈസ പിടിക്കാത്ത കൈനീട്ടം പോലെ ആദ്യത്തെ ശമ്പളം കിട്ടിയത് എനിക്ക്. അത് സാറിന്റെ പൈസ പിടിച്ചിട്ടില്ല, ആവശ്യം വരുമ്പോ ഇരിക്കെന്നാ മതി, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കോളാം. അപ്പൊ അത് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു ഫസ്റ്റ് ആയിട്ടുള്ള പൈസ കിട്ടുന്നതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ആർക്കും ഒരു പിടുത്തമില്ലാത്തതാണ്. ഇനി എന്തായാലും പൊളിക്കും. ഇനി പപ്പയ്ക്കും കൂടി കൊടുക്കാം. അപ്പൊ പപ്പയ്ക്ക് കൊടുക്കുമ്പോ വൈകുന്നേരം ആയിരിക്കും. എന്തായാലും ശരി. ടീക്കേഴ്സ് എന്താന്ന് വിചാരിച്ച അപ്പച്ചനും കൊടുത്തു, മമ്മിക്കും കൊടുത്തു. ഇനി പപ്പയ്ക്കും കൊടുക്കാം. പപ്പ ഇതാ എന്റെ ആദ്യത്തെ ഇതില് പറയണ്ട. ഹാപ്പി, സന്തോഷായി. അപ്പൊ അത് ശരിയാ കേട്ടോ. ലാഫ് യു ലൂസ് ചലഞ്ച് ആണ്. ലാഫ് യു ലൂസ് ചലഞ്ച് വെച്ചാൽ ഓരോ വട്ടം ചിരിക്കുമ്പോഴും ഓരോ എത്ര 10 വേണോ 20 ഒരു 20 വട്ടം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാ. ഇത് അതിന് ഒരു 20 ഇപ്പൊ 60 ആണ്. കേട്ടോ, അതോടെ ഈ കയ്യിൽ 100 എണ്ണായി. ആ ചെറുക്കന്റെ വേണ്ടിട്ട് മാത്രം കിടക്കി. ഇതെന്താ നോക്കാം. പള്ളക്കൊക്കെ കത്തി വരുന്നുണ്ട് കേട്ടോ. ഇത് വേണ്ട. അപ്പൊ ടീക്കേഴ്സ് ഇതാണ് 2 സംഭവം. മാത്രം അങ്ങോട്ട് തുറന്നിട്ട് നോക്കാം. ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അതിന്റെ ഉള്ളിൽ നമ്മുടെ സംഭവം കിടക്കുന്നുണ്ട്. പെട്ടിനകത്ത് പേപ്പർ എങ്ങാണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കേട്ടോ സംഭവം കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് തോട്ടെ പൊളിക്ക. ഇതിലും നല്ല വ്യൂസ് ഉള്ള ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടാണ് കാണാൻ പോണേട്ടാ. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ. നമുക്ക് നേരെ കിടക്കാം. ഇതിപ്പോ പുറകിക്ക് വേണോലെ, ഞാൻ പുറകിൽ നിന്ന് ചെയ്യണോലെ. ഇതെന്ത് വെള്ളത്തിന്റെ അടിയിൽ
അത് ഇപ്പൊ കറക്റ്റായി. എടാ ഇവിടെ തിരിച്ചാ കറക്റ്റ് ആവും വരുന്നടാ. എടാ സൂപ്പറാടാ. എടാ പറക്കണ പോലെ. പിള്ളേരെ അടിപൊളി സംഭവം കേട്ടോ. സംഭവം പരസ്യം വന്നിരിക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതില് എന്താ പീസ് അങ്ങനത്തെ ബേർഡ് ഫിലിം ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ആകെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഹെഡ്ഫോണിന്റെ കാര്യം. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഒരുപാട് പൊലിവ് സംഭവങ്ങളൊക്കെ കാണാൻ. മനസ്സിലായില്ല? അതന്നെ. ഇപ്പൊ ഇതാണ് ഏതാണ്ട് സെറ്റപ്പ് മനസ്സിലായല്ലോ. പിന്നെ അപ്പൊ നമ്മുടെ ബുദ്ധിമാനായ ക്യാമറമാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. തിരിച്ചിട്ട് വെക്കാം. ഞാൻ തിരിക്കില്ലടാ, ഞാനിങ്ങനെ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാം. സംഭവം ഒരു ഉടായ്പ ഫീൽ ഉണ്ടെങ്കിലും സാധനം അടിപൊളിയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ടീക്കേഴ്സ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് പണ്ടൊക്കെ ഞാൻ ചെയ്തപ്പോ വലിയ തീപിടുത്തം, അങ്ങനത്തെ തീപിടുത്തല്ല, ഒരുമാതിരിയൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല ചീത്തയായിട്ടാണ്. ഇത് അവരില്ല, വീട്ടില് പപ്പയും അമ്മ ഇല്ലാത്തോണ്ട് ചെയ്യണതാണ്. എങ്ങനെയുണ്ട് നോക്കാം. ഓ പൊളിക്കാൻ നോക്കാം. ഈ വീഡിയോ അത്ര വലിയ ഫേമസ് ആവാത്ത വീഡിയോ ആണ്. ഈ ചെങ്ങായും കേരളത്തിൽ അധികം അറിയപ്പെടാത്ത വീഡിയോ ആണ്. ഇത് സംഭവം തന്നെ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ കേട്ടോ. ഞാൻ നേരത്തെ സർക്കാസത്തിന്റെ രീതി പറഞ്ഞാണ്. അപ്പൊ ഞാൻ എന്റെ മുത്തുക്കൾക്ക് എല്ലാം പരിചയപ്പെടുത്താൻ പോകുന്നത്, ഞാൻ പുതിയ എയർ ഗൺ മേടിച്ചു. PSP 120 ബ്രൂട്ടൽ 180 ms. കൊള്ളാം, പൊളി സാധനം. 50 മീറ്റർ വരെ പോകും. പൊളി സാധനം. ഫുള്ള് മെറ്റാലിക്ക്. ഒരു കിലോ ഇങ്ങനെ വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ബ്രൂട്ട് 160 mm. സൈലൻസറിന് എനിക്ക് 750 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഈ സൈലൻസറിൽ എന്തെങ്കിൽ ഭയങ്കര സൗണ്ട്. 750 രൂപന്റെ സൈലൻസർ കേട്ടോ. 750 രൂപയുടെ സൈലൻസർ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് കേൾക്കണ്ടെന്ന്, പക്ഷെ ഞാൻ ഉറക്കശീലത്തൊന്നും നീക്കാനാണ് ഇടയ്ക്ക് പറയണ കേട്ടോ. അപ്പം സൈലൻസർ ഉൾപ്പെടെ മേടിച്ച് കൊള്ളാം, അടിപൊളി. നിൽക്കാ ആരെങ്കിലും കൊല്ലാനുണ്ടെങ്കിൽ വിളിക്കണേ. കൊള്ളാം, നല്ല ബോക്സ്. ബോക്സ് ഡു നോട്ട് എയിം ഹ്യൂമൻസ് ആൻഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ്. അത് ഞാൻ ചെയ്താൽ മയിര് ശിക്ഷയാണ്, അകത്ത് പോകും. ഊമ്പി തെറ്റിട്ടാണ് തടുത്ത് വെച്ചാൽ മയിര് നമ്മളെ കൊണ്ടുപോയി ജയിലിൽ പോകും. നല്ല കൊള്ളം, കിടില സാധനം കേട്ടോ മയിര്. ഞാൻ കാലത്തെ 2-3 പക്ഷിയൊക്കെ അങ്ങ് വെടി വെച്ച്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോട്ട അതിൻ്റെ അത് വരുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റോഡ് വീലുണ്ട്, അതിനെയും വെടി വെച്ചു മയിര്. ഇത് കൊള്ളാം കേട്ടോ, സാധനം അടിപൊളിയാണ്. ആ പെല്ലറ്റ് ഫില്ല് ചെയ്ത് ഇത് 50 മീറ്റർ പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. ടപ്പ 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 ടപ്പ. മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടു. എന്താന്ന് വെച്ചാ ഞാന് പ്രേമിക്കാൻ ചാൻസ് ഉള്ള നടിമാരുടെ പേര് ഇടാൻ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ എന്തായാലും വരുന്ന ഞാൻ ഉറപ്പിച്ചതായിരുന്നു. ഈ പേര് വരാതെ നടക്കൂല ഒരു കാര്യം. ഏതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ പല പേരുകളുണ്ടാവും. എന്തായാലും 2 പേര് നിങ്ങൾ എന്തായാലും പറയും. അതിൽ ഒന്നാമത്തെ പേര് ഷക്കീല. അപ്പൊ എന്താ ഷക്കീല എത്ര ഞാൻ പ്രേമിക്കാൻ ചാൻസ് ഉള്ള? ഞാൻ നോട്ടെ, ഷക്കീലക്ക് എത്ര വയസ്സുണ്ടെന്ന്. എത്ര 46 വയസ്സുള്ള ഷക്കീലിനെ ഞാൻ പ്രേമിക്കണോ വേണ്ടേന്ന് താഴെ കമന്റിൽ പറ. ഷക്കീലിനെ പ്രേമിക്കണം എന്ന് പറഞ്ഞവനെ ഒന്നും പറയണില്ല ഞാന്. നമുക്ക് അടുത്ത ആളേക്ക് പോവാ. അടുത്ത ആളാണ് ഞാൻ പ്രേമിക്കാൻ ചാൻസ് ഉള്ള ആള്. ഷീല. ആ ഷീലയല്ലേ? നിങ്ങക്ക് എന്താ തോന്നണേ?
ഈ പ്രായത്തിൽ ആ കാലത്തിലാണെന്ന് അറിയില്ല, ഏത് പ്രായത്തിലാണ് നിങ്ങക്ക് തോന്നണേ ഞാൻ ഷീലേനെ പ്രേമിക്കുവോ? എനിക്ക് തോന്നണേ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നണേ. എന്താ അടുത്ത ആള് കൊള്ളാം. അടുത്ത ആരെന്ന് അറിയാം, അറക്കല എന്റെ എന്നേക്കുള്ള സബ്സ്ക്രൈബർ ആയിട്ട് നീ ഈ പണി ചെയ്തല്ലോ. നീ പറഞ്ഞിരിക്കണ എന്താന്നറിയോ? കവിയൂർ പൊന്നമ്മ ഏതായിരുന്നു ആ കെമിസിൽ? ഇതല്ല കവിയൂർ ഞാൻ എന്താണ് അതിനോട് പറയാ? കവിയൂർ പൊന്നമ്മയെ ഞാൻ നോക്കണമെന്ന്. എന്താണ് മാൻ നമ്മൾ ഒരുപാട് തഗ് ലൈഫ് ചെയ്തിട്ടുണ്ട്. തഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവങ്ങൾ. എങ്ങനെ നാരങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, മുളക് ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ചേഞ്ച് ആയിട്ട് ഇവരെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. ഒരു പച്ചക്കായപ്പൊക്കെ സാർ അല്ല ഞാൻ പറഞ്ഞു സാറേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. വടയുടെ അവസ്ഥയാണ്. വട ഞാൻ ഇനി കേറി നിൽക്കാം. ഇനി ഈ വടയുടെ മുകളിൽ ഞാൻ കേറി നിന്ന് തുള്ളിച്ചാടിക്കഴിഞ്ഞു. അത് എനിക്കും അറിയാം, നിനക്കും അറിയാം. അതിനൊക്കെ കഴിക്കേണ്ടതാണ്. ഈശോ ഞാൻ ആദ്യമായിട്ടാ, വർഷങ്ങളായി ഇത് കായ്പയ്ക്ക് അയച്ചിട്ടോ. ഛർദിക്കോ? എന്താണ് നഴ്സറി വിട്ടാ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എഴുന്നേറ്റ് കുഞ്ഞുമോൻ വാ, ചപ്രിമോനും വാ. നടക്കൂലാട്ടോ, അതിനൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂലാട്ടോ. പ്രണയിച്ചോളെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രണയിക്കാൻ മുട്ടിയിരിക്കുന്നവർ പോയി പ്രണയിക്കട്ടെ. രജിത്തിന് അതിന് കിട്ടൂല. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വയസ്സില്ല. ശരിയല്ലേ? പക്ഷെ ഒരു വകതിരിവുണ്ടാവണം. എനിക്കറിയായിരുന്നു അത് വരുന്നത്. ഞാൻ ഒന്നും നോക്കില്ല, ഒറ്റ കാട്ടിങ്ങനെ അടിക്കും. കാരണം അത്രയ്ക്ക് നല്ല തകരുന്നു. അല്ല ഓക്കെ, ഈ കുറച്ചു പേരിങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അവർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് തോന്നിച്ചിട്ടില്ല. അതിനകത്തിരിക്കുന്ന ഒരു 3-4 പേര്, അതിനകത്തിരിക്കുന്ന 3-4 പേര് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ മോളിൽ പ്രചാരിക്കും. ചെങ്ങായി നാളെ എന്നെ കക്കൂസിന് ഇറക്കൂലെന്ന് തോന്നണേ. എനിക്ക് അവളോട് പേടിയുണ്ട്. പക്ഷെ എന്നെ പോലെ ഒരു പേടിത്തൂറി ബിഗ് ബോസ് തരണ്ട വന്നാൽ തന്നെ തീർത്തിട്ട് അവിടുന്ന് പോകത്തുള്ളൂ. നീ തീർത്തേക്കണം, ബാക്കി വെക്കണം. ചെങ്ങായി എന്നെ ആശുപത്രിയിൽ എത്തിക്കുന്ന തോന്നണേ. അസുഖം ഉണ്ടാവുമോ? അവിടെ ഒന്നും കേട്ടോ. പ്രാങ്കിന്റെ പേരെന്നെ ജമാലു എന്നാണ്. ജമാലു എന്ന് പറയുമ്പോ വെറുതെ കോൾ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്, ഈ നമ്പർ ആരടുത്തും ഇല്ല, എന്റെ ഫ്രണ്ട്സിന്റെ ആരടുത്തും ഇല്ല, ഈ കോൾ ചെയ്തിട്ട് വെറുതെ ജമാലു എന്ന് മാത്രം പറയാം. അതൊക്കെ കാര്യമുണ്ട്. എന്റെ ശരീരത്തിൽ നൽകിയിട്ടും അവരുടെ പേരിന് നന്നായിട്ടും ഞാന് ചിലപ്പോ അവരുടെ ശരിക്കുള്ള സൗണ്ട് ഇതാക്കൂട്ടോ. തെറി പറയണവരുടെ മാത്രമേ ശരിക്കുള്ള സൗണ്ട് കട്ട് ചെയ്യുകയും ചെയ്യും, പേര് പറയൂല. ജമാലു 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 അവനെന്റെ പേര് അവനെ മനസ്സിലായിട്ടോ. ദൈവം എന്റെ സൗണ്ട് ഇത്ര ഇതാണ്. എന്നെ
വീഡിയോക്ക് വേണ്ടിട്ടാണ്. അപ്പൊ ഒന്ന് പാളിപ്പോട്ടോ, ഇനി സൗണ്ട് മാറ്റി വിളിക്കണല്ലേ ശരിയാവില്ല. ഇതൊരു തമിഴൻ ചെക്കനാട്ടോ ടിക്കേസ്, ഹോസ്റ്റലിലുള്ള വേന. അങ്ങനെ അവനെ വിളിച്ചപ്പോ ആദ്യം ഒന്ന് പേടിച്ചു പോയി. അവന് ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്യാത്ത കണ്ടപ്പോ മൊത്തത്തിലൊരു ഇതായിപ്പോയി. ചെക്കനുണ്ട്, അതാ ജമാലു 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 എന്റെ ടീക്കേസ് എന്നാ ശരിയാടാ, വീഡിയോ എടുത്തോണ്ടിരിക്കടാ. ധനുഷ പിന്നെ വിളിക്കാടാ. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോണത് ഫാത്തോമ്പ് അഥവാ പളിബോംബ്. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോണ ഞാനേ. ഇത് ഇവിടുന്ന് വെച്ച് പൊട്ടിച്ചാലേ ഒരു ഇതുണ്ടാവും. അപ്പൊ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, പുറത്തുനിന്നാവാൻ നമുക്ക് പുറത്തുനിന്നാവാം. ടിക്കേസ് ഇതാണ് സാധനം. ഇത് കണ്ടോ, എന്താ ഒരു കൊച്ച് എന്തോ കാണിച്ചു നിൽക്കണതാണ് ഫോട്ടോ. അതിന് എന്തോ പുക എന്തൊക്കെ വരുന്നുണ്ട്, എന്താന്ന് ഊഹിച്ച കിട്ടുന്നാണ് തോന്നണേ. അപ്പൊ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണേ, ഇത് അമർത്തിയിട്ട് താഴെ വെച്ചാൽ മതി, താനെ അത് പൊട്ടിക്കോളെന്നാണ് പറയണേ. ഇത് 7 വയസ്സിന് താഴെയുള്ള പിള്ളേരൊന്നും ചെയ്യാൻ പാടാത്ത സാധനമാണെന്ന് പറഞ്ഞേ. അപ്പൊ 7 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ട്, ഇത് ചെയ്യാതിരിക്കുകയാണ് ഭേദം. ഇത് ഫോട്ടോസിൽ പല ലാംഗ്വേജിൽ അതിനെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഫോട്ടോ കാണിക്കണ പോലെ ആദ്യം ഒന്ന് അമർത്തുക, പിന്നെ അത് വീർക്കും, പിന്നെ അത് പൊട്ടുന്നാണ് കാണിക്കണേ. നമുക്കൊരു ട്രെയിൽ നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്. ഇത് ഞാൻ ഇതുവരെയായിട്ടും പൊട്ടിച്ചു നോക്കിയിട്ടില്ല, ഒരു ട്രെയിലിന് പോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല. ഇത് തന്നെയാണ്, ഇത് വാങ്ങിയിട്ട് ഒരു 5-6 ദിവസമായി, അതുകൊണ്ടാണ് പൊട്ടുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കണം അമർത്തിയിട്ട് വിടാനാണ്. ആദ്യമായിട്ടാണ് പൊട്ടിക്കാൻ പോണേ. മണം വരുന്നുണ്ടോ? വലിയ മണമൊന്നും വരുന്നില്ല, പുക പോയിക്കൊണ്ടിരിക്കുക. നിക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ റിയാക്ഷൻ. നിന്നെ വെറുതെ ഒന്ന് മണത്ത് നോക്ക് നീ. വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. അമ്മോ, ഇതാണ് സംഭവം. ഇത് റൂമിന്റെ ഉള്ളിലാണെങ്കിൽ നന്നായിട്ട് മണം വരുന്ന തോന്നണേ. ഇതെന്തോ പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരണ പോലെയൊക്കെ ഉണ്ട്. അവരുള്ളപ്പോ വരുന്നില്ലേ, ഇപ്പൊ എല്ലായിടത്തും വരുന്നില്ലേ? ഇത് ഉള്ളില് കുറച്ച് വെള്ളം പോലെ വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ടീച്ചേഴ്സ്. പോയോ? അവിടേക്കില്ല, റൂമിന്റെ ഉള്ളിലാണ് അത് ശരിക്കും പറഞ്ഞത്. അപ്പൊ ടീക്കേഴ്സ് ഇത് 7 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ വീട്ടിൽ ചെയ്ത് വെക്കരുത്. നമുക്കിത് എന്റെ കൂട്ടുകാരെ കൊണ്ട് പറ്റിക്കരുത്. എന്തെങ്കിലും സൗന്ദര്യദ്രവ്യമാണെന്നോ അവരെ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. ഒന്ന് പൊട്ടിച്ച് നോക്കണം. സംഭവം മണം വരുന്നുണ്ട്, സക്സസ് ആണ്, സാധനം സക്സസ് ആണ്. ഇനി അവരുടെ മുമ്പിൽ കറക്റ്റ് പ്രാങ്കോല ആയാൽ മതി. അപ്പൊ ടീക്കേഴ്സ് നമുക്ക് നേരെ അതിലേക്കാണ്, അവിടുന്നാണ്. ഓക്കെ, നേരെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാം.
ഇത് കണ്ടാട്ടോ ഞാൻ അടുത്തേക്ക് വന്നു ഇവിടെ ഇരുന്നു. ഇതാണ് സംഭവം. ഇത് തന്നെ പറയാ പൊട്ടിച്ച നല്ല മണാന്ന് പറയണേ. നോക്കിയോ കേട്ടോ. എടാ ഒരു പൊട്ടിച്ചോളൂടാ. ഇതും പൊട്ടിച്ചോ കേട്ടോ. നല്ല മണം ഉണ്ടോ? ഓക്കെ കാറ്റടിച്ചോ. മണത്തോക്കിയത് മണത്തോക്കിയത് ഇത് പൊട്ടിയോ? ഇനി എന്താന്ന് വെച്ചാ അതിന്റെ ഉള്ളിൽ എന്താന്നല്ലോ ഒന്ന് പൊളിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് ഞാൻ കുറെ നേരം വളി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് വേറെ പേര് വിളിക്കാൻ പറ്റില്ല. ഉണ്ണിത്താൻ എന്നൊന്നും വിളിക്കാൻ അത് വിളിക്കണേ. അപ്പൊ നമുക്ക് നേരെ അതിലകത്തൊന്ന് കടക്കാം എങ്ങനെയുണ്ട് നോക്കിട്ട്. ടീക്കേഴ്സേ ഇത് തുറന്നു നോക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്താണ് ഐറ്റംസ് ഉള്ള ഇതിന്റെ മെക്കാനിക്സ് അവിടെ. ഇവിടെയാണ് ഇപ്പൊ ഒന്നും ഇല്ലാത്ത. അമർത്തിയ ടീക്കേഴ്സ് പോയി. സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? ബ്രൗൺ ഷുഗർ പോലെയാണ്. പൊട്ടിച്ചോക്കടാ ടീക്കേഴ്സെ പൊട്ടിച്ചോക്കാട്ടോ. കയ്യിലാവോന്നാണ് പേടി. ഗ്ലൗസ് ഇടണായിരുന്നു അല്ലേ? ഇത് ഇങ്ങനെ ആവുമ്പോഴാണ് ഇത് വരണേ. റിയാക്ഷൻ ഒന്നും ഉണ്ടാവുമായിരുന്നു മതി കയ്യില്. ഇങ്ങനെ ആവുമ്പോഴാണ് ടീക്കേഴ്സ് സ്മെല്ല് വരുന്നത് കണ്ടോ. അതിങ്ങനെ ആവുമ്പോ ഇതെന്തോ ഒരു കെമിക്കൽ സോഡിയം എന്തെങ്കിലും സാധനമായിരിക്കും. ഇത് അതിനെക്കാട്ടി വേറെ എന്തോ സാധനം. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു വൃത്തിയായിട്ട കാര്യം, ഒരു ഫൗൾ സെൽ. ഞാൻ ഏതോ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രി, പക്ഷെ അത് ഏതാന്ന് ഓർക്കുന്നില്ല. ടീക്കേഴ്സ് ഇതാണ് സാധനം. ഇത് കഴിഞ്ഞ ആരും വാങ്ങരുതെന്ന് തന്നെ ഞാനും പറയണേ. പക്ഷെ കഴിഞ്ഞ അങ്ങോട്ട് കളയാട്ടോ. ഇത് ആവശ്യമില്ല കെമിക്കൽ. എന്റെ കയ്യിൽ തന്നെ ഇപ്പൊ എന്ത് കെമിക്കലായി വരാന്ന് അറിയില്ല. അത് നമ്മുടെ പ്രകൃതി രമണീയിലിട്ടു. ഇനി ഈ കത്രിക കൊണ്ട് വല്ല ഉപകാരമില്ലാന്ന് തോന്നണേ. അത് കളയാ. ഈ പലക എന്തിനാന്ന് പോലും അറിയില്ല. ഇതെന്താന്ന് അറിയാലോ, മുട്ട ബുജി ഉണ്ടാക്കണ മറ്റേ എന്താ പറയാ മുളകാണ്. അത് വെച്ചിട്ടാണ് ഓരോ തഗ്ഗിനും, തഗ്ഗല്ല ഓരോ കോമഡിക്കും ഓരോ കടിയെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുമ്പോഴേ. ആ ചങ്ങായി സ്വർഗം കണ്ടിട്ടുണ്ടാവും. അയാള് സ്വർഗം കണ്ടതിന്റെ പേരില് മാത്രം ഒന്ന് കടിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ട് സംഭവം. മുട്ട വെച്ച് വെക്കുമ്പോ ഇത് ഇത്ര എരിവില്ലെന്നാണ്. വലിയ എരിവില്ലാത്ത സാധനം തോന്നണ കേട്ടാ. കടലെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. തലചായ്ക്കാനിടവുമില്ല, ആഹാരവുമില്ല. അമൃതരാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. അതിന് വേണ്ടിട്ടാ എന്തൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ ടീക്കേഴ്സ്. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇപ്പോഴാണ് ഈ വെള്ള സാധനങ്ങളൊക്കെ വരണ കേട്ടോ. അതിന് വേണേ കരുക. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റില്ല. അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടീക്കേഴ്സ്. ഇത് ഇതുവരെ തീർത്ത് ഇത് വേണേ തീർക്കാം. കാരണം വലിയൊന്നും എരിവില്ലാത്ത സാധനമാണെന്ന് തോന്നണേ.
അടിപൊളിയായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോണേ. എന്ത് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. അപ്പൊ ഈ കേസ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരാളെ പോലെ പല ആൾക്കാരുണ്ട് കേട്ടിട്ടില്ല, ഒരാളെ പോലെ 7 ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ ലുക്ക് എക്സിന്റെ ടിക്ടോക്കാണ് റിയാക്ട് ചെയ്യാൻ പോണേ. ഇപ്പൊ എന്നെ കാണുമ്പോ ഷാരൂഖിനെ അപ്പൊ അതേപോലെ തന്നെയുള്ള ആൾക്കാരാണ് റിയാക്ട് ചെയ്യാൻ പോണേ. എന്താന്ന് വെച്ചാൽ ഉള്ളി വെച്ചിട്ടാണ്, എങ്ങനെ വെച്ചാൽ നല്ലതായ കുറച്ച് അതേ ലുക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം കറക്റ്റായ നമ്മളെല്ലാം ഞാനൊരു കടയായിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ട് ആ ലൈക്ക് ബട്ടൺ അമർത്തിപ്പിടിക്കുക. ഷാജേട്ടാ എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഓ പറ്റിയല്ലേ നീ അടിക്കണ്ട, അവിടെ വെച്ചോ ഞാൻ അടിച്ചോളാം. അതല്ല, എന്നെ കൊണ്ട് ആടിനെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ച്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. അത് ഏതാണ്ട് കറക്റ്റ് ആട്ടോ. അബുവിന് വേണ്ടിട്ട്, അബുവിന്റെ ലുക്ക് ചെയ്ത ആ ചങ്ങായിക്ക് വേണ്ടിട്ട്. ഞാനെന്തല്ലോ സ്വപ്നം കണ്ടോടാ, നമ്മൾ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്റെ പൊട്ടനാ. അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതോ അത് കറക്റ്റ് ആയിട്ടോ, അതിന് വേണം കേട്ടോ. നേരത്തെ കടിച്ചാ ഞാൻ ആക്ടിങ് ആന്ന് പറയല്ലേ. അതിനുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈഡ് മാത്രം നോക്കുമ്പോൾ കറക്റ്റ്, മറ്റേ സൈഡ് അങ്ങനെ ഇല്ലെങ്കിലും ഇതെവിടെ ഇങ്ങനെ കൂർത്തിക്കുന്ന സാധനല്ലേ, ഓനെടുക്കാം കേട്ടോ. കളിച്ചിട്ടില്ലെങ്കിൽ അടിക്കട്ടോ. എന്റെ പൊന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചിരിക്ക. അല്ല അയാൾക്ക് ഇരിക്കട്ടെ, അയാൾക്ക് വേണം. മറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി. പാട്ടുപട്ടി കാണാം ഒരു സൈഡ് കഴിഞ്ഞു. പുട്ടമ്പട്ടി. ഓ അതിന് വേണം കേട്ടോ. അതിന് ഇച്ചിരി നടുക്ക് കടിക്കാൻ ഞാൻ ഇച്ചിരി മടിച്ചിട്ട് അടിക്കണം, അവിടെ മാത്രം കടിക്കാം. അത് സൂപ്പർ ആയിരിക്കും. എന്തെങ്കിലും തെരച്ചവിടെ നടന്നു. അത് സംഭവം ഭയങ്കര ബോറായി, ഭയങ്കര എന്ന് പറഞ്ഞാ പറ്റ ബോറായി. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണ എന്താന്ന് വെച്ചാൽ ആക്ടേഴ്സിന്റെ തക്കല. ഈ വീട്ടിലേക്ക് നേരെ നടക്കാം. അതിന്റെ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന് TKS ഫാമിലി ഇതുമായിട്ടും ചേർന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടെന്നായിരുന്നു. അതിന്റെ അർത്ഥം TKS ഫാമിലി ചെറിയ സബ്സ്ക്രൈബ് നമ്പർ നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ആരാ മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. മദ്യം സർക്കാർ കൊടുക്കുന്ന സാധനമല്ല. നിങ്ങൾക്ക് പ്രശ്നം
സർക്കാർ എന്ന് പറയുന്ന സാധനം മദ്യം ഉണ്ടാക്കി തരികയാണ്, ഊമ്പാനല്ല കുടിക്കാനാണ്. പ്ലീസ് അങ്ങനെ വർത്താനം പറയണ എന്താ? അപ്പൊ ടി കേസ് ഞാനൊന്നും പറയണ്ടായത്. നിന്റെ തന്തയ്ക്കാണ് ജാട, മനസ്സിലായ? നിന്റെ തന്തയ്ക്കാണ് ജാട. നീ ഇങ്ങനെ ഒരാളുടെ മൊബൈലിലേക്ക് ജാട എന്നൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്തത് നിന്റെ തന്തയാണോടാ നിനക്ക് ഈ വാട്സപ്പിന്റെ നമ്പർ തന്നെ? സോറി സാർ. സോറി. എന്ത് സോറി? സോറി സാറിന്. അപ്പൊ ടി കേസ് ആ വീഡിയോ കഴിഞ്ഞ് നമ്മളൊരു പ്രേതം ക്യാമറയിൽപ്പെട്ട വീഡിയോസ് ആണ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളത് ഇന്ത്യന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള പ്രേതങ്ങൾ കാണിച്ചിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. എന്താ ഇത് മൊത്തത്തില് ലോകമുള്ളടുത്ത് എല്ലായിടത്തുള്ള പ്രേതമുള്ള സ്ഥലത്തിലെ വീഡിയോസ് ആണ്. അപ്പൊ നമുക്ക് നേരെ കിടക്കാം. ഇത് ശരിക്കുള്ളതാണോ അല്ലയെന്ന് അറിയില്ല. ഞാൻ ഈ വീഡിയോന്റെ കമന്റ് നോക്കിയിട്ടാണ് ഈ വീഡിയോ സെലക്ട് ചെയ്തത്. കാരണം അതിനകത്ത് മൊത്തം ദൈവം ഉണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട, ദൈവം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, ദൈവം നിങ്ങളെ കാത്തോളൂ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ വീട്ടിലൊന്നും ചെയ്യാനില്ലാത്തപ്പോ തപ്പി കണ്ടെത്തിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണേ. ഇനി അഥവാ പ്രേതം ഉണ്ടെങ്കിൽ ടിക്കറ്റ്സ് ഫോർ അവർ എന്ന് പറഞ്ഞിട്ട് 3 വട്ടം പറഞ്ഞാൽ മതി, ഞാൻ വരും. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പേടിക്കാം അവിടെ ഇരുന്നിട്ട്. അപ്പൊ ടിക്കറ്റ്സ് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ദ റിയൽ ഗോസ്റ്റ് അറ്റാക്ക് ആൻഡ് സൈറ്റിംഗ് കോട്ട് ഓൺ ക്യാമറ. ടിക്കറ്റ്സ് കിടക്കാം. അത് നീച്ചു പോണു സംഭവം. എനിക്ക് ആ മായാജാലം ആവണമെന്നും എനിക്ക് പേടിക്കാനില്ല. അത് എനിക്കും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ ഇപ്പൊ കണ്ടോ. എനിക്കറിയാത്ത എന്താ പറയുക, ഈ സിനിമാക്കാര് ആദ്യമായിട്ട് ഈ പ്രേത സിനിമയൊക്കെ കൊടുക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് ഈ പ്രേതത്തിന്റെ കോൺസെപ്റ്റ് കിട്ടുന്നത് എനിക്ക് ഒരു ഒത്തുപിടിയില്ല. അങ്ങനത്തെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമന്റിൽ പറ. എങ്ങനെയായിരിക്കും അവർക്ക് ഇങ്ങനെ പ്രേതം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടുന്നത്? അപ്പൊ ശരിയാവാതെ അത് കിട്ടാതിരിക്കോ, അതോ ഇനി അവര് ഉണ്ടാക്കിയതാണോ? എന്താണ് നിങ്ങള് പറയട്ടെ, എനിക്കറിയാൻ വേണ്ടിട്ട്. അതെന്താണെങ്കിലും സംഭവം ഒറിജിനലാണ്. അത് പ്രേതാണെന്ന് അറിയില്ല, വെറുതെ പറഞ്ഞ. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ പറയട്ടാ. എന്തോ ആ കൊച്ചിനെ വലിച്ചുകൊണ്ടേയിരിക്കുക.
അപ്പൊ ടി കേസ് ചിലതൊക്കെ മേക്ക് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ആ ഫസ്റ്റത്തെ എഡിറ്റ് പോലെ തോന്നിയാലും എന്തോ ഒരു മാതിരി. ഞാൻ കമന്റ് സെക്ഷൻ വായിച്ചപ്പോ മറ്റേ ആ നൈജീരിയ ജമൈക്ക എന്ന് പറയണ പേര്, ആ ജമൈക്കയിലുള്ള ശരിക്കുള്ള അത്ര അവിടെയുള്ള പാസ്റ്ററും ന്യൂസിലൊക്കെ വന്ന അത്ര കുട്ടീനെ ആരോ വലിച്ചുകൊണ്ട് പോണേയും അത് ശരിക്കുള്ളന്ന് പറയണ. അത് നമുക്ക് ഒന്നുകൂടി കാണാം കേട്ടോ. എന്താണ് സംഭവം എന്ന് നോക്കാം. എന്തെങ്കിലും സത്യം ഉണ്ടോ? ശരിക്കും ഉള്ളതെന്നാ പറയണേ. അങ്ങനെ ശരിക്കും ഉള്ളതെന്ന് എല്ലാരും കൂടി പറയുമ്പോ ഒരു മിനിറ്റ്. അത് ആ കുട്ടിക്ക് അവിടെ ഇരുന്നിട്ട് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. ഇനി അല്ലാന്ന് പറയില്ല, കാരണം എല്ലാരും കൂടി പറയുമ്പോ ആ മതിലിന്റെ അവിടുത്തെയാണ് എനിക്ക് മനസ്സിലാവാത്ത. ആ മതിലിന് അങ്ങനെ വലിച്ചുകൊണ്ട് പോണേന്ന് നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പറട്ടോ. ഇത് ശരിക്കും അവര് ശരിക്കും പേടിക്കണ പോലെ, നല്ല പേടിക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് അവര് ശരിക്കും പേടിച്ചാണെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതേപോലെ താനെ സാധനങ്ങള് താഴെ വീഴോ കാറ്റില്ലാതെയോ ജനലുകൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് പറയാം. ഒരുപാട് കലാകാരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇപ്പത്തുള്ള ഏറ്റവും കലാകാരന്മാരാണ് യേശുദാസ്, എം ജി ശ്രീകുമാർ, രാജരവിവർമ്മ, അനുപിടിക്ക, അങ്ങനെയുള്ള കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. അങ്ങനത്തെ കുറച്ച് പാട്ടുകാർ മാത്രമല്ല, അറിയപ്പെടാത്ത ഒരുപാട് പാട്ടുകാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരൊക്കെ വരുന്ന ഒരു ആപ്പാണ് സ്മ്യൂളി എന്ന് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ടൈമില് അത് നല്ല ഹിറ്റ് ആയിരുന്ന സംഭവമാണ്. അപ്പൊ അടുത്ത വീഡിയോസാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോണ. പഴനിമല മുരുകന് പള്ളിവേലായുധ പാറി പറക്കുന്ന പൊന്മേൽ വാഹന മർഗഴി തിങ്കളാലോ ജ്ഞാനപ്പഴോ വരിക വരിക വടിവേല ഹരഹരോ ഹര ഹരഹരോ ഹര. അയാള് കൈവപ്പി നിൽക്കട്ടോ. ഇവരൊന്നും കളിയാക്കണ്ട. എനിക്ക് ഞാനെല്ലാം തികഞ്ഞവനെന്നായതുകൊണ്ടല്ല, ഒരു രസം, ഒരു സുഖം, ഒരു പരസുഖം. ജനക്കം ചെണ്ടവതങ്കം മേലക്കാവിലെ പൂരക്കാവടി നീലക്കാവടി മരക്കാവടി മേലം മേളം. എന്റെ പൊന്നെ അവസരം എന്താ പറഞ്ഞേ? മേളം എന്താ കേട്ടിട്ടില്ല, ഞാൻ ഹെഡ്ഫോൺ വെച്ചില്ല. നിങ്ങള് പറയട്ടെ, കമന്റ് പറയാൻ എന്താ പറഞ്ഞെന്ന്. പൂത്താരങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ പിടിയും കരിയില്ല. ചിരിക്കാൻ തോന്നില്ല ടി കേസ്. എന്താന്ന് അറിയില്ല, ചിലത് കണ്ടാൽ ചിരിക്കും. അത് പാടുന്നവർക്കും അറിയാം, അല്ലാത്ത കേൾക്കണവർക്കും അറിയാം അത് എവിടെയൊക്കെ ഒരു കോമഡി ഉണ്ടെന്ന്. ചിലത് അവര് മനഃപൂർവ്വം മനസ്സിൽ ഗായകനാവണമെന്നുള്ള ലക്ഷ്യത്തോടെ പാടും. അതിനോട് നമുക്ക് ചിരിക്കാനും തോന്നില്ല, എന്നാ പ്രചോദനം കൊടുക്കാനും തോന്നില്ല. അങ്ങനത്തെയൊക്കെ ഒരു സംഭവമാണ്. അതാണ് നേരത്തെ ഉണ്ടായത്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുള്ള മുട്ടിലൂറും
എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരു നല്ല മുട്ടിലൂറും അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാർ മറந்து പോനാലേ പേരെ കേട്ട് തോന്നും ഉപ്പോൾ സിരിക്കും പോത് കാറ്റായി പറന്നിട തോന്നും ഞാൻ ഇത് ഇത്ര അടിപൊളി സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഇത് ഞാൻ പണ്ടേ റിയാക്ട് ചെയ്ത സാധനമാണ്. ഫസ്റ്റ് ടീം പിന്നെ ആ പിള്ളേർ വന്നു 2 വൈറസ്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഞാനിങ്ങനെ അധികം കളിയാക്കണ എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല, എനിക്ക് നന്നായിട്ട് പാടാൻ അറിയും. അതുകൊണ്ട് ഗായകർക്ക് എന്ത് കാണാം, എന്താ പറയാ, കാരണവർക്ക് അടുപ്പിലും ആക്കാന്നൊക്കെ പറയില്ല, അത് തന്നെ കേട്ടോ. ഇവിടെ ചിറ്ററാപ്പോ ഗോസിറ്ററായിട്ട് അതിന്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം, നമുക്ക് വിളിക്കാട്ടോ. അപ്പൊ ടി കേസ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ ഒരു ഗോസ്റ്റ് ഡിറ്റക്ടിങ് ആപ്പാണ്. ഈ ആപ്പിന്റെ പേരെന്താ ഗോസ്റ്റ് ഡിറ്റക്ടർ. ആ പ്രേതത്തിനെ കണ്ടെത്താൻ പറ്റുന്ന, അതായത് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ വീട്ടിലോ പ്രേതോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത്. ഇത് എങ്ങനെയുണ്ട് നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്പോൺസർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യും. ഇതാണ് ആപ്പ്. ഇത് കണ്ടോ, വാക്ക് അറൌണ്ട് സ്ലോലി ടു ഡിറ്റക്ട് സൂപ്പർ നാച്ചുറലിനെ ഡിറ്റക്ട് ചെയ്യാന് മെല്ലെ നടക്കാനാ പറയണേ. ഇവിടെ എന്റെ വീട്ടിൽ അങ്ങനെ പ്രേതമൊന്നും കാണിക്കുന്നില്ല. വാക്ക് അറൌണ്ട് സ്ലോലി എന്ന് പറഞ്ഞിരിക്കണേ. നമുക്ക് ഈ റൂം സേഫ് ആണ്. ഇത് ഞാൻ കിടക്കുന്ന റൂമാ. ആ റൂം സേഫ് ആണെന്നാണ് പറയണേ, ഇതിനകത്ത് പറയണേ. ആ റൂം സേഫ് ആണ്. എവിടെ ഒരു പ്രേതോ ഒരു ഇതും ഇല്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സോ അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് പറയണേ. നമുക്ക് അടുത്ത റൂമിൽ പോയി നോക്കാം. ഇത് എന്റെ അപ്പച്ചൻ കിടക്കണ റൂമാ. അപ്പച്ചന്റെ റൂമിലുണ്ടോ നോട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനെയും കാണില്ല. ഞങ്ങളുടെ വീട് പ്രേതം ഫ്രീ ആണെന്നാ തോന്നണേ. അതാ എൻറ്റിറ്റി ഡിറ്റക്ടർ. ടിക്കറ്റ്സ് എന്നെ കാണുമെന്നറിയില്ല. എൻറ്റിറ്റി ഡിറ്റക്ടർ അതാ കാണിക്കണോ. അതാ ആ നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രേതം ഉണ്ടാവോ നമ്മുടെ നാട്ടില്? ഇത് നോക്ക്, സംസാരിക്കാൻ പറ്റൂത്ര. എന്താ പേര്? ടിക്കറ്റ്സ് സംഭവം പേടിയുണ്ട്. തൊപ്പിയിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമെന്ന്. അത് പോയി. അതെവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നത് ഒന്നും ശരിക്കുള്ള പ്രേതോ. അതാ ഞാനാ. EVP ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ റൂമിൽ വേറെ എവിടെ ഇല്ല. അതാ ടിക്കേസ് എന്തോ കാണിക്കണ്ട്. അതാ അത് കാണുന്നുണ്ടോ? ടിക്കേസ് ഇങ്ങനെ കാണിക്കണോ? ഇതെവിടെ ആരെ കണ്ട പോലെ ഉണ്ട്. ഈ ചേച്ചീനെ എവിടെ കണ്ട പോലെ ഉണ്ട്. EVP ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നാ പറഞ്ഞിരിക്കണേ. ക്വസ്റ്റ്യൻ ചോദിച്ചോക്കാം. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാം. അതോ ആർ യു മെയിലോ ഫീമെയിലോ ആണെന്ന് എനിക്ക് മനസ്സിലായി. വാട്ട് കൈൻഡ് ഓഫ് എൻറ്റിറ്റി ആർ യു? ഗുഡ് ഓർ ഈവിൾ? ഗുഡ് ഓർ ഈവിൾ ആണോ നോക്കാട്ടോ. ആർ യു ഗുഡ് ഓർ ഈവിൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്മിറ്റിംഗ് ചെയ്യുന്നുണ്ട്.
TS പൊളിയാണ്. റിസീവിങ് റെസ്പോൺസ്, അതിന്റെ ഒന്ന് റെസ്പോൺസ് വാങ്ങാ. അത് ഏതൊരു ഭാഷയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. ഹിയർ മീ ആൻഡ് ഒബേ, നോ ഹാം വിൽ കം ടു യു ഇഫ് യു ജസ്റ്റ് ഡു ആസ് ഐ സേ. അതായത് അത് പറയണ കേട്ടിട്ട് നമ്മളെ അനുസരിച്ച ഒരു ആപത്ത് നമ്മുടെ അടുത്ത് വരൂലെന്ന്. എന്നെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചാലോ? ട്രാൻസ്മിറ്റിംഗ് ചെയ്യണം. പ്രേതം ഉണ്ടെങ്കിൽ അതാണ് അപ്പച്ചൻ രാത്രി കടന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഒന്ന് ക്ഷമിക്കണട്ടാ. ജസ്റ്റ് കം ടു മീ, സ്റ്റേ വിത്ത് മീ, എവറിത്തിങ് വിൽ ബി ഫൈൻ ഇഫ് യു ജസ്റ്റ് സ്റ്റേ വിത്ത് മീ. ഇത് ഓരോമാതിരി ദൈവങ്ങളൊക്കെ പറയണ പോലെ കേട്ടോ സംഭവം. ഞാനേ ഇതിന്റെ അടുത്തുനിന്ന് പോവാ. ഇതിന്റെ പേര് ചോദിക്കണോ? ഇതിന്റെ പേര് ചോദിക്കാട്ടോ. മാരണോ? അതിന് കൂട്ടുകാരെ വിളിക്കണായിരിക്കും, അങ്ങനത്തെ അതായിരിക്കും മാരന്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവനെ വിട്ടു പോവാട്ടോ. ഇതിന് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. എന്റെ അല്ല, എന്തായാലും മമ്മൂക്കാന്റെ തക്ലൈഫ് അറിയാറ്റോളാൻ. ക്യാമറയിൽ എന്താണ് അതെങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്ത് ആയില്ലേ? റെഡി ആയില്ലേ? അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കുക. എന്താന്ന് വെച്ചാൽ വീഡിയോ റിയാക്ട് ചെയ്ത് പോകണം. എന്ത് വീഡിയോ എന്ന് വെച്ചാൽ മമ്മൂക്കാന്റെ തക്ലൈഫ് വീഡിയോ. അത് റിയാക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സാധാരണ യൂട്യൂബേഴ്സിനെ പോലെ ഒരു റിയാക്ഷൻ അല്ല, നാരക വെച്ചിട്ട് നമ്മൾ എന്താണ് നല്ല പടക്കണായിരുന്നു. എനിക്കല്ല, നമ്മളെ കെട്ടിയോക്ക് ഓൾ എപ്പോഴും പറഞ്ഞ നല്ല നാടൻ അയില ഉണ്ടാക്കൊണ്ടിരാന്. നിന്റെ കെട്ടിയോക്ക് അയ്യ വാങ്ങാണോ സർക്കാർ വേണ്ടി? ഇപ്പൊ 4 അയിലക്ക് വേണ്ടി ഞാൻ ടെമ്പോ ബുക്ക് ചെയ്യേ. ഇവിടെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുകയോ ബീഡി വലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂട്ടോ. എനിക്കാരെ ശിക്ഷിക്കാനാ. ഇതാരാ ഈ കണ്ണാടിക്കാരൻ? എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ നായര? അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേര്. അതിനുണ്ട് കേട്ടോ, അതിനെ കഴിച്ചു നോക്കാട്ടോ. മറ്റുള്ള റിയാക്ട് ചെയ്യണ പോലെ അല്ല അനൂപ് റിയാക്ട് ചെയ്യണേ. പറ്റി നിന്ന് നമ്മളമ്മന കെറ്റളാപ്പ. അതെ, ഈ റോഡ് ഇപ്പൊ എങ്ങടാ പോണേ? ഈ റോഡ് ഇപ്പൊ അങ്ങോട്ട് പോണില്ല. ഒരു 10-30 കൊല്ലായിട്ട് ഇത് ഇവിടെ തന്നെ കിടക്കണേ. അതിനുണ്ട് കേട്ടോ, അത് കഴിക്കണം സംഭവം. ഞാൻ ഇനി 3 നാളെ ബാക്കിയുള്ള ഈ ചെങ്ങായി നമുക്ക് കാരണം ഇപ്പൊ തീരും. പുള്ളി കേറി എങ്ങനെയെങ്കിലും ഇറക്കാന്ന് നോക്കാം. അതുവരെയാണ് ഒരു കേറുമ്പോ ഞാൻ വെള്ളം പോലെ എടുത്തു വെച്ചില്ല. ഈ കുരു കളഞ്ഞാലോ കഴിക്കണം. എക്സ്പ്രഷൻ ഞാൻ ഇറുന്നല്ല, അതായത് ഇറുന്നാണ് കേട്ടോ. തകഴി കൃഷ്ണപിള്ള ചേർന്ന കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനുസരിച്ചാ പറഞ്ഞേ. ഇതൊന്നും ട്രോളാൻ ഒരു ട്രോളാൻ കഴിയൂല.
TKC ഹലോ, നമ്മൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യാൻ പോണേ. സാധാരണ ഒരു വ്ളോഗ് അല്ല, കുറച്ച് റിയൽ വൈസ് സംഭവങ്ങളും കുറച്ച് കോമഡി ഒക്കെ ചേർത്തിട്ട് ചെറിയൊരു ഇതിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാണ് എന്റെ ഒരു പ്ലാൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ പറ. സിനിമ വല്ലതും ഉണ്ടോ സുമിത്തെ? ഒന്നുമില്ലടാ, വെറുതെ ഇരിക്കല്ലേ. TKC അടുത്ത ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അനിയത്തിനോട് മൈക്ക് കേടായെന്ന് പറഞ്ഞിട്ട് അവളോട് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവള് പാടിയ ഒരു ക്ലിപ്പാണ് ഇത്. ഞാൻ അവളറിയാതെയാണ് ചെയ്യണത്. ഇത് ഞാൻ അറിയിച്ച എന്റെ കഥ തീർക്കുന്ന എനിക്കറിയാം. എന്തായാലും അവള് ഓൺലൈനിൽ വന്നിട്ട് കണ്ടാൽ മതി. അപ്പൊ നിങ്ങളൊന്ന് കണ്ടുപോകും. മഞ്ഞുരുകും മഴയായി ഇടറുന്നൊരെന്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി നീ എന്നൊരാ പ്രതീക്ഷയിൽ നീ എന്താ പറഞ്ഞേ? എടാ നിനക്ക് റൂം വൃത്തിയായിക്കൂടെ? എന്റെ റൂമിന് എന്താ കുഴപ്പം? അത് മൊത്തം വൃത്തിയാടാ. ഒന്ന് പോടി, വല്ല തെളിവുണ്ടോ? നോക്ക്. നീ പറഞ്ഞാടി സത്യം. TKC നമ്മളെല്ലാരും ക്വാറന്റൈനിൽ ആയതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എനിക്ക് പുതിയതായിട്ട് ചെയ്യാൻ തോന്നിയത് ഇഷ്ടിക പൊട്ടിക്കല. അത് ഞാൻ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറ. ഇന്ന് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞവർക്കും എനിക്ക് തടി അനക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ട ദിവസം. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലവും ഞാൻ ചെയ്ത പ്രയത്നങ്ങളും എല്ലാം തെളിയുന്ന ദിവസമാണ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരു മറുപടി കൊടുക്കും. നീ ശരിക്കും നോക്കി കേട്ടോ. എടാ അനുപ എന്നെ വിളിക്കണത് കേൾക്കണില്ലടാ. ഇന്ന് വിളിച്ചേ അനീഷേ. ആടാ ഇപ്പൊ കേൾക്കാം. TKC ഞാൻ ടിക്ടോക്കിൽ ഒരു പേപ്പറോ എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ, അത് അടിപൊളിയായിട്ട് നന്നായിട്ട് പറഞ്ഞു. അപ്പൊ അത് എനിക്കൊന്ന് ചെയ്ത് നോക്കണം തോന്നി. അതാണ് അടുത്ത വീഡിയോ കേട്ടോ. അപ്പൊ TKC ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് 16ാമത്തെ ടേക്കാട്ടോ. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കെന്നെ നാരം കൊണ്ട് അറിയാം. ഒന്നുകൂടി കേട്ടോ, ഒന്നുകൂടി. എന്റെ പുറകെ കയറി കേട്ടോ. എവിടെ നിന്നിരുന്നോ? ഷോട്ട് കേട്ടോ, നല്ല ഷോട്ട്. നീ ആ പിള്ളേരെ കണ്ടി കഷ്ടം. ആവേശം മാറ്റിയിട്ട് ഉന്നത്തി നോക്കട്ടോ, എന്നിട്ട് എറിഞ്ഞോ നീ. ആണ് ഞാനത് ആലോചിക്കണേ. ആ പിള്ളേര് നന്നായിട്ട് എറിഞ്ഞു. ഇവിടെ 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 മൂത്തിക്കറി കഴിഞ്ഞില്ലേ? ഞാൻ എന്റെ പപ്പയ്ക്ക് മറ്റേ BBQ ആപ്പിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ മൂപ്പര് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഫുൾ ടൈം കള്ളും ഞങ്ങള് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന എന്റെ ഭംഗിയുള്ള കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവര് വന്നില്ല. പിന്നെ ഇവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനത്തെ ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നടാ. നിങ്ങളെല്ലാം പൊസിഷൻ. എന്റെ അനിയത്തി ഇവിടെ അരിയുണ്ട ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഒരു മിനിറ്റ് ഞാൻ. അപ്പൊ DKC ഇവിടെ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. എങ്ങനെടാ ഈ അരിയുണ്ട ഇച്ചിരി കൂടി ഒന്ന് വേവാണ്ട്. എടാ ലഡ്ഡുവാടാ. ഞങ്ങളിവിടെ വെറുതെ കളിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇവന് ബെറ്റ് വെച്ചിരിക്കുക. ഇവൻ ചെയ്യണ എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മള് TKC ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കും. നീ റെഡി ആണോ? എന്നാ കാണിക്കാട്ടോ. കാണിക്കുന്ന കാണിച്ചു കൊടുക്കാം. അപ്പൊ TKC അവരെന്താ ചെയ്യാൻ പോണേന്ന് നോക്കാട്ടോ. എനിക്കറിയില്ല കേട്ടോ ഇത് പറ്റുമെന്ന്. പക്ഷെ ഞാൻ ചെയ്ത് നോക്കാം. എന്നിട്ട് ചെയ്താ കുഴപ്പമുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ടില്ല? ഇല്ല. എടാ അത് കാണാൻ പറ്റില്ല, അത്ര സ്പീഡില്ല. ഞാൻ വേണമെങ്കിൽ സ്ലോ മോഷനിൽ കാണിച്ചത്. ഇത് കണ്ട. ഇനി ഞങ്ങളുടെ ഓരോരുത്തരുടെ സ്റ്റണ്ട് നിങ്ങൾ കണ്ടോ കേട്ടോ. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow. A few moments later. 2,000 years later. അപ്പൊ TKC നിങ്ങൾക്ക് അറിയാലോ, കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് കോമഡി പറയുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പൊ എന്റെ കോമഡികളിലെ ചെറിയൊരു ഭാഗങ്ങൾ ഞാൻ ഇപ്പൊ കാണിക്കാം. അനീഷേ, ഇതെന്താണ്? അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഇതെന്താണ്? ഫേസ്ബുക്ക്. ഇതെന്താ ആദർശേ? ചെരുപ്പ്. ഇതെന്താ? ചെരുപ്പ് കുത്തി. ഇതിപ്പോ ഞങ്ങളുടെ നാട്ടിലെ സ്വത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സ്വത്ത് എന്നല്ല കേട്ടോ സ്ഥലത്തിന്റെ പേര്. എന്താ, പാത്രക്കടവ്. ഒരു ഇരട്ടപ്പേരിൽ കുരുത്തിച്ചാലെന്ന് വിളിക്കും. അതിനൊക്കെ വേറെ കഥകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. At the top, I'm close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stages coming more and more. Check it out. Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stages coming more and more. Check it out. അപ്പൊ TKC ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി വേറെ എവിടെയെങ്കിലും എടുത്തു നോക്കാം. TKC ഞങ്ങള് മീൻ പിടിക്കാൻ പോയി. ആൾക്കാരെല്ലാരും പുച്ഛിച്ചു, കിട്ടില്ല കിട്ടില്ല, നിനക്കൊന്നും മീൻ കിട്ടില്ല. എല്ലാരും പറയുമ്പോഴും മനസ്സിൽ സങ്കടം ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ കൊടുങ്ങോ ഞാൻ തിരിച്ച് കൈയോടെ അല്ലാതെ വരിക. ഇതെല്ലാം നിന്നില്ല. വാ കാണിച്ചു തരാം. ഇത് മൊത്തം ഞങ്ങളുടെ കഴിവാ. എന്താ പുച്ഛിച്ചെടുക്കും, അഭിമാനിച്ചെടുക്കും, എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. നീ കണ്ടില്ല? TKC ഞാൻ സാധാരണ പോലെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഏറ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരും കാണാനല്ല. ഞാൻ ഞെട്ടിപ്പോയി. നോക്കുമ്പോ താഴെ ഒരു ഉരുളക്കിഴങ്ങ് കിടക്കണു. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നോക്കുമ്പോ ഇതെന്താന്ന് നോക്കി തിരിഞ്ഞു നോക്കുമ്പോ ഒരു ചിരിയുള്ള ഉരുളക്കിഴങ്ങ്.
അപ്പൊ തന്നെ ഞാൻ മനസ്സ് വെച്ചു ഇവനെ ഇങ്ങനെ വിട്ടപ്പോരാ തീർത്ത് കളയണമെന്ന്. റോക്കിയുടെ പേര് ബോംബെയിൽ മാത്രമല്ല എല്ലായിടത്തും പാട്ടാ. क्या चाहिए रे तेरे को? दुनिया. അഞ്ച് തുടങ്ങല്ലേ? അത് തിരിച്ചടിക്കാൻ ടിക്കറ്റ് അത്ര ചെറിയ ബിറ്റാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എവിടെയാണ് പണി കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കാണും. ഞാൻ ഇച്ചിരി ആക്ടിങ് കഥാപാത്രം ഇപ്പൊ പറ്റിയതായിരിക്കും. നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറ. അത് താഴേന്ന് ഗ്ലെയർ ഇട്ടിട്ട് എടുക്കാം. 2, 3 സ്റ്റാർ. ടിക്കറ്റ് അത് തിരിച്ചടിക്കാൻ തുടങ്ങി. അത് ശരിക്കും കൊണ്ടിടി. ടിക്കറ്റ് ശരിക്കും പാളിപ്പോയി. നല്ലൊരു കോമഡി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചെയ്തത് ശരിക്കും സ്ത്രീജയായിപ്പോയി. ഇനി ശരിക്കും ഒന്നും ചെയ്യാട്ടോ. നീ കണ്ടോ? അത് കണ്ടോ? അപ്പൊ ടിക്കേസ് നമ്മളിന്ന് കഴിക്കാൻ പോണ എന്റെ കസിൻ ഉണ്ടാക്കിയ പനീർ ബട്ടർ മസാലയാണ്. ഇതെന്റെ ചേട്ടായി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. അതുകൊണ്ട് എന്റെ സ്വയം താല്പര്യപ്രകാരമാണ് കഴിക്കണേ, അല്ലാതെ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല. അപ്പൊ ടിക്കേസ് ഞാൻ എവിടെ വായിച്ചാണ്, നമ്മളൊരു പാത്രത്തിനകത്ത് ഒച്ച ഉണ്ടാക്കിയത് അടച്ചു പിടിച്ചിട്ട് പിന്നെ തുറന്ന അതേ ഒച്ച തന്നെ എക്ക പോലെ തിരിച്ചേക്കുന്നു. നമുക്കതൊന്ന് പരിച്ചു നോക്കാം കേട്ടോ. 1, 2, 3 സ്റ്റാർട്ട്. നോക്കല്ലേ? അങ്ങനെ പടവുകള് മാത്രം കേറിയിട്ട് ഇവിടെ എത്തി. പ്രകൃതി രമണീയത അതാ പോതോ. കേസേ ഇതാണ് പോത്തുണ്ടി. എന്ത് പോത്തുണ്ടിയോ? എന്താണ് പോത്തുണ്ടി? ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരും വലുതാവും. ഏട്ടനെ പോലെ ബ്രിട്ടാനിയ മിൽക്കിസ് തന്നെ തിന്നും. ബ്രിട്ടാനിയ മിൽക്കിസിൽ സ്വാദും പാലും നിറയെ. അത് തിന്നേട്ടൻ ഇത്ര ശക്തനായല്ലോ. ടിക്കസ് ഞാനിപ്പോ ഉരുസയിലെക്കാട്ടി ഏറ്റവും വലിയ സംഭവം ഉരുസമാണ്. ഇത് കണ്ടോ? പറ്റുന്നടാ സന്ധി തകയല്ല. ഇതാണ് അഡ്വഞ്ചർ സ്പോർട്ടിന്റെ സ്ഥലം. നമ്മള് മറ്റേ സൈക്കിൾ ഓട്ടനൊക്കെ കണ്ടില്ലേ? അപ്പൊ സൈക്കിൾ ഓട്ടാൻ പറ്റില്ല എന്നാണ് ഇത് പറയണത്. എന്താ സെക്യൂരിറ്റി ഇന്ന് ഉദ്ഘാടനമൊക്കെ ആയിരുന്നു, സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മള് സിപ്പ് ലൈൻ ചെയ്യാം. ഇവൻ ചെയ്യണില്ല അത്ര, അപ്പൊ ഞാൻ മാത്രമാണ് ചെയ്യണത്. ടിക്കസ് പ്രാർത്ഥിക്കണം. കഴിഞ്ഞു. അമ്മോ എങ്ങനെ ഒപ്പിച്ചെടുത്തു കേട്ടോ. എന്റെ ഒച്ച കേട്ടില്ലേ? അത് ഞാൻ വെറുതെ ഇട്ടതാണ് എഫക്റ്റ്, അല്ലാതെ എനിക്ക് പേടി ഉണ്ടായിട്ടല്ല. ഈ കാല് വറക്കണേന്ന് ഒറിജിനൽ അല്ല, അതൊക്കെ ഞാൻ ഉണ്ടാക്കണേണ്. ടീക്കേഴ്സ് അവന്റെ ഹെൽമെറ്റ് താഴെ പോയി. നീ എന്താ കാട്ടിയേ? എവിടെ? ആയിക്കൂടെ ചവിട്ടിക്കറിയാൻ പോയി, പക്ഷെ ഇറങ്ങണ്ട. എന്നാലും എങ്ങനെ പോയെ? ഈ കുക്കറ്റ് തട്ടിയിട്ടിട്ട് ഞാൻ എടുക്കണോ? അനൂപ് വീണെങ്കിൽ താഴെപ്പോയി എടുക്കാം. അനൂപ് താഴെപ്പോയി പൊറുക്കിയെടുക്കും ഞാൻ നിലത്ത്. അനൂപേ നിലത്ത് കൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യണം അറിയോ?
എടാ ഇതീ കൂടെ വാ അനൂപേ അനൂപേ എടാ ഇതീ കൂടെ ഇറങ്ങണ താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട് അതന്നെ ആ അടുക്ക് അത് പൊട്ടിച്ചു ഇനി വണ്ടിയും കൂടി ഇടിച്ച് അടിപൊളിയാവും അവനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ അനൂപ് പാൻ്റൊക്കെ മോളിൽ കയറ്റിക്കാൻ ഞാൻ വീഡിയോ എടുക്കും എന്ത് നമ്മൾ മുന്നേറണം. അപ്പൊ ടീക്കേഴ്സ് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ എത്ര വട്ടം നന്ദി എന്ന് പറയണത് അത്ര നന്ദി ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഇനി വളരാൻ പോകണുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, അടിച്ച് പൊളിക്കും നമ്മളെ. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അത് അടിച്ചു പൊട്ടിക്കും. കാരണം ഞാൻ പറയാണ് യൂട്യൂബിൽ തന്നെ അടിപൊളി ഫാമിലി നമ്മുടെയാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാരോടും ഭയങ്കര നന്ദിയുണ്ട്. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never